ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണ സിദി ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2025 +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച നേട്ടമാണ് എടവണ്ണ ഗവൺമെന്റ് സിദി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിന് ഈ വർഷം ലഭിച്ചത്. 12ാം ക്ലാസ് വരെ എന്നുള്ളത് ഹൈസ്കൂൾ പഠനം. അപ്പോൾ സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിന്റെ പ്രാധാന്യം ചെറിയ രീതിയിൽ അവസാനിച്ചെങ്കിലും ഇപ്പോഴും അതൊരു ആധികാരികമായ ഒരു സൂചികയായി നമ്മളിപ്പോഴും പഠനത്തിൽ കാണുന്നുണ്ട്. എന്നാലും അത് നല്ലത് തന്നെയാണ്. 1 മുതൽ 9ാം ക്ലാസ് വരെ നമ്മൾ വളരെ അലസമായി നീങ്ങുകയും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പല രീതിയിൽ വിദ്യാർത്ഥികൾ, അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ആ ഒരു ശ്രദ്ധ ഉണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നിരന്തരമായി നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഒരു പൊതുപരീക്ഷയെ നേരിടാനുള്ള ഒരു പ്രാപ്തി കുട്ടികളിലേക്ക് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഈ സമൂഹം ഒന്നാകെ അത് ഏറ്റെടുത്ത് നടത്താൻ കാരണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്കറിയാം വലിയൊരു മത്സരപരീക്ഷ നേരിടാനുള്ള ഒരു ആർജവും വലിയ വിജയം നേടാൻ സാധിക്കുന്നതും ഇതിൻ്റെയൊക്കെ ഈ സമൂഹം ഒന്നടക്കം കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ പിന്തുണ ലഭിക്കേണ്ടതും അതുപോലെ തന്നെ പിന്തുണ അറിയിക്കുന്നതും നിങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതുമാണ് ഈ +2 പരീക്ഷയും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ള സമ്മാനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. ചിലർ അവരുടെ രക്ഷിതാക്കളാണ് എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ സമ്മാനം ഇപ്പോൾ ഒരു മുഴുവൻ വിഷയങ്ങളിലും +2 A+ വാങ്ങുക എന്നുള്ളത് വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമുക്കറിയാം സിലബസിൻ്റെയും അതുപോലെ തന്നെ പുതിയ പാഠ്യരീതിയിലും ഒക്കെ വലിയ അടുത്ത തവണ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഇവിടെ വന്ന് സമ്മാനം നേടും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൈകൊണ്ടേ ഒരു കൈ എവിടുന്നോ എല്ലാം ഇങ്ങനെ പകുതി ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. അടുത്ത വർഷം ഇതേ സമയം എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി ഇവിടെ വന്ന് ഒരിക്കലും സമ്മാനം വാങ്ങുകയില്ല എന്ന് ഉറപ്പുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് കൈവയ്ക്ക്? I can see more hands. Okay, ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇതാണ് ആദ്യത്തെ പ്രശ്നം. അതെന്താ? ഇറ്റ്സ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഉദാഹരണമായിട്ട് ഒരു ചായ നല്ലത് ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ ആരും ചായ ഉണ്ടാക്കി കൊടുക്കില്ല, നോക്കിയിട്ടില്ല? നിങ്ങളോ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടല്ലോ? ആർക്കും കൊടുത്തിട്ടില്ലല്ലോ? ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? കൊടുക്കുമ്പോ അത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ബ്രദർ ആരെങ്കിലും കുടിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല ചായ ആയാൽ കേൾക്കാൻ സാധ്യത കുറവാണ് അല്ലേ? അഥവാ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ആ ചായ കുടിച്ചിട്ട് പറയും, ശരിയായത് അല്ലേ, ഇതുപോലൊരു കെടുവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷെ നല്ലതാണെങ്കിലോ ഗൗരവത്തിൽ തന്നെ ഇരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു ചെറിയൊരു അഭിനന്ദനം കിട്ടാൻ? അത് ആഗ്രഹിക്കാത്തവരാരും കരുതില്ല. എല്ലാവരും ആഗ്രഹിക്കും. ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്നൊരു സമ്മാനം വാങ്ങാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പിന്നെ എന്താ പ്രശ്നം? വാങ്ങൂല, എനിക്കത് കഴിയില്ല. കോൺഫിഡൻസിന്റെ പ്രശ്നമാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ബിൽഡ് കോൺഫിഡൻസ്. അതാണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെ ഉണ്ടാക്കുക? How can you build confidence in you? Is it possible? എങ്ങനെയാണ് അത് ഉണ്ടാക്കുക? അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയുന്നത്? അറിയോ? സ്വയം അഭിനന്ദിക്കുക. ഓട്ടോ സജഷൻ ഉണ്ട്. ഒരിക്കലും ഇരുന്നു കൊണ്ട് എല്ലാവരും കൈപോക്കും. വലത് കൈപോക്കും എല്ലാവരും. നന്നായി കൊടുക്കും. പൊക്കില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാറോ? എല്ലാവരും അവനവന്റെ ഈ ഭാഗത്തും കൊടുക്കുക. ഇങ്ങനെ അവനവന്റെ അയലക്കാരനല്ല, അവനവൻ. ഇതെന്താണെന്നറിയോ? ഇത് ഞാൻ ഉഷാറാണ്. ബാക്കിയുള്ള ആളുകൾ നമ്മൾ ഉഷാറാൻ പറയണ്ടോ?
ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സ്വയം പറയും ഞാൻ ഉഷാറാണ്. അങ്ങനെ മറ്റോ അടുത്തുള്ള ആളെ പൊട്ടണ്ട, നമ്മൾ സ്വയം പൊട്ടുക. എന്നിട്ട് ഇടക്കിടക്ക് ഞാൻ തരക്കിടില്ല എന്ന് പറയും. ഞാൻ മോശമാണ് എന്ന് പറയുന്നിടത്താണ് എന്തുണ്ടാവുന്നത്? എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാൻ ഉഷാറാണ് എന്ന് സ്വയം പറയാൻ കഴിയണം. അത് പറയാത്തതുകൊണ്ടാണ് ആളുകൾ എന്ന് പറയുന്നത് ഞാനിവിടെ വരുന്നത് കിടന്ന ആഗ്രഹം, പക്ഷെ ഞാൻ കിട്ടുന്നില്ല. കാരണം എനിക്ക് 5A+ അല്ലെ 6A+ കിട്ടൂല. അതെന്തുകൊണ്ടാ? നമ്മളിൽ ആളുകൾ ഉണ്ടാക്കിയ വിശ്വാസം. ഇപ്പൊ ഇന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം ഞാൻ ഡോക്ടർ ആവാൻ പോകുന്നു. അപ്പൊ മിക്കവാറും ആവും. ഇതായിരിക്കും ആര് പറയാം? നമ്മുടെ ഫാദർ പറയും, അല്ലെങ്കിൽ മദർ പറയും. എന്താ കാര്യം? അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചത്. അത് മാറണം. ഈ ദിവസം അതിനുള്ളൊരു തുടക്കമാവണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ അവർക്ക് നിങ്ങളെ മുമ്പിൽ വെച്ച് സമ്മാനം കൊടുക്കുന്നത്. കോൺഫിഡൻസ് ഉണ്ടാവും. അതിനാദ്യം സ്വയം പറയുക ചെയ്യും. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷൻ ക്ലാസിന് AP ജൗഹർ സദത്ത് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ സക്കീർ ഹുസൈൻ സി, സ്റ്റാഫ് സെക്രട്ടറി സതീഷ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് പ്രിയ MN, SS പ്രോഗ്രാം ഓഫീസർ ജുബൈൽ പൂളക്കൽ, സഖീന ടി, മുസ്തഫ M തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.